ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. പലപ്പോഴും ഒരു പ്രശ്നത്തെക്കാൾ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് ആ പ്രശ്നത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളാകാം. ചിന്തകൾ അമിതമാകുകയോ കാടുകയറുകയോ ചെയ്യുമ്പോൾ അനാവശ്യമായ ഭീതിയും ഉത്കണ്ഠയും എല്ലാം ഉണ്ടാകാം. കാടുകയറുന്ന ചിന്തകളെ നിയന്ത്രിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള 8 വഴികൾ പങ്കുവെക്കുകയാണ് ഇന്ന് നമ്മൾ. പ്രശ്നമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ തലയ്ക്കകത്ത് രൂപപ്പെടുന്ന ചിന്തകളും ആവലാതികളുമാണ് 99% വിനാശം ഉണ്ടാക്കുന്നത്. യഥാർത്ഥ പ്രശ്നം മൂലമുണ്ടാകുന്ന കുഴപ്പങ്ങൾ ചിലപ്പോൾ 1% മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഏതു പ്രശ്നവും അത്ര തലപോകുന്ന കാര്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കി മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടുന്നത്. സ്വയം വെറുപ്പ് വേണ്ട. അമിതമായ ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന മറ്റൊരു കുഴപ്പമാണ് സ്വയമായുള്ള വെറുപ്പ്. സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള വിശ്വാസക്കുറവ് ഈ ആത്മനിന്ദയ്ക്ക് ആക്കം കൂട്ടും. ജോലിയിലോ പഠനത്തിലോ ജീവിതത്തിലോ ഒരു അവസരം വരുമ്പോൾ താൻ ഇത് അർഹനാണോ എന്ന സംശയമാണ് ഈ സ്വയം വെറുപ്പ് ഉരുവാക്കുന്നത്. ഈ ആത്മനിന്ദയെ മാറ്റിവെച്ച് അവസരം വരുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യം ആരോടെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർ നിങ്ങളെ നിരസിക്കുമോ എന്ന് ആലോചിച്ച് വെറുതെ സമയം കളയരുത്. അതങ്ങ് ചോദിക്കുക. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്നൊരു നയമായിരിക്കണം ഇത്തരം സമയത്ത് വേണ്ടുന്നത്. ഉത്തരങ്ങൾ നിശബ്ദതയിൽ. കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നേയില്ല. ചിന്തകളൊന്നുമില്ലാത്ത നിശബ്ദമായ മനസ്സിലാണ് പല ചോദ്യങ്ങളുടെ ഉത്തരം തെളിഞ്ഞു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ചില പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ അതിനെ വെറുതെ പരിശ്രമിക്കേണ്ട, അത് വിട്ടുകളഞ്ഞേര്. അല്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ച് തല പുണ്ണാക്കാൻ നിൽക്കരുത്. സുപ്രധാനമാണ് ഈ ചോദ്യം. മുൻകാലത്തെ തെറ്റുകളെ ഓർത്ത് സ്വയം വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അതോർത്ത് വരാൻ പോകുന്നതെല്ലാം ദുരന്തമാണെന്ന് വിചാരിക്കുമ്പോഴോ സ്വയം ഈ ചോദ്യം ചോദിക്കുക. ഭൂതകാലത്തെ മാറ്റാനോ ഭാവിയെ പോസിറ്റീവായി സ്വാധീനിക്കാനോ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമെന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക. ഇല്ലെന്ന് വെച്ചാൽ അത് വിട്ടുകളഞ്ഞ് സമാധാനമായി ഇരിക്കുക. ഇത് രണ്ടുമല്ലാത്ത ചിന്തകളെല്ലാം സ്വയം വിനാശകമാണ്. ഇന്നിന്റെ ശക്തി. നിങ്ങൾ അമിതമായി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ശോഭനമാക്കാനോ നിങ്ങളുടെ ഭൂതകാലം മെച്ചപ്പെടുത്താനോ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് ഇപ്പോഴുള്ള ഈ നിമിഷമാണ്. ഈ വർത്തമാനകാലത്തിൽ അങ്ങ് ജീവിക്കുക, അത്ര തന്നെ. ചിന്തകൾക്ക് വേണം ഫാക്ട് ചെക്ക്. വ്യാജ വാർത്തകൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചിന്തകൾക്കും ചിലപ്പോഴൊക്കെ ഫാക്ട് ചെക്ക് ഇടേണ്ടി വരും. ചിന്തകളെ ഫാക്ട് ചെക്ക് നടത്തി മാത്രമേ അവയെ അംഗീകരിക്കാവൂ. ചില വൈകാരിക സന്ദർഭങ്ങളിൽ ആവശ്യമില്ലാത്ത കഥകൾ മെനയാൻ നിങ്ങളുടെ ചിന്തകൾക്ക് സാധിക്കുമെന്ന് എപ്പോഴും ഓർക്കുക. ആയതിനാൽ ചിന്തകളെയും ഫാക്ട് ചെക്ക് ചെയ്ത് ഉറപ്പിക്കുക. അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങൾ എത്ര കിടന്ന് ചിന്തിച്ച് ഉത്കണ്ഠപ്പെട്ടാലും നിങ്ങളുടെ ഭാവിയോ ഭൂതമോ ഒന്നും മാറാൻ പോകുന്നില്ല. സാഹചര്യങ്ങളെ അതാതായി തന്നെ കണ്ട് അംഗീകരിക്കുന്നതിലാണ് സമാധാനം കിടക്കുന്നത്. അപൂർണതകളെയും അനിശ്ചിതത്വങ്ങളെയും നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളെയും അംഗീകരിക്കാൻ പഠിക്കുക. ഇത് നിങ്ങൾക്ക് മനഃശാന്തി നൽകും. ആരോഗ്യം നിങ്ങളുടെ മനസ്സിൽ ആരംഭിക്കുന്നു. നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്താലോ ജിമ്മിൽ പോയാലോ നല്ല ഭക്ഷണപാനീയങ്ങളോ മൾട്ടി വൈറ്റമിനുകളോ കഴിച്ചാലോ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നേയില്ല. നിങ്ങളുടെ യഥാർത്ഥ ആരോഗ്യം നിങ്ങളുടെ മനസ്സിൽ നിന്നും ആരംഭിക്കണം. മാനസികാരോഗ്യം ശരിയല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. നിങ്ങളുടെ ചിന്തകളുടെ നിലവാരം മനസ്സിന്റെ സമാധാനമാണ് ശരിയായ ആരോഗ്യത്തിന്റെ അളവുകോൽ. തലച്ചോറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ആയതിനാൽ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ശീലമാണ്. മാനസിക തളർച്ചയ്ക്ക് പുറമെ ഉത്കണ്ഠയും സമ്മർദ്ദവും മനോവിഭ്രാന്തിയും എന്നിവയിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണമാകുന്ന അമിത ചിന്തകളെ ഒഴിവാക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.